പൊതുവെ കാലാവസ്ഥാ നിരീക്ഷകർ സ്ഥിരം നേരിട്ടുള്ള ഒരു അതെ ട്രോളാണ് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ആണ് സാധ്യത എന്ന് അതെ പറയുന്നത്. അതെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ അറ്റ്മോസ്ഫിയറിക് സയൻസിന് ഈ സയൻസിൻ്റെതായ ഒരു റിജിഡിറ്റി തോന്നാത്തത് അതിന്റെ റിസൾട്ട്സിന്? അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എർത്ത് അറ്റ്മോസ്ഫിയർ സിസ്റ്റത്തെയാണ് നമ്മൾ ഈ മോഡൽ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പ്രവചിക്കാനും ശ്രമിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതിൽ പല സ്കെയിലുള്ള ഇപ്പം മൈക്രോ സ്കെയിൽ മുതലുള്ള ഗ്ലോബൽ സ്കെയിൽ വരെയുള്ള പാരാമീറ്റേഴ്സിൻ്റെ ഒരു ഇൻ്റർപ്ലേ ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കമാണ് നമ്മൾക്ക് എക്സ്പീരിയൻസ്ഡ് ആവുന്ന ഈ വെതർ എന്ന് ഉം. പറയും, നമുക്ക് അനുഭവവേദ്യമാവുന്ന കാലാവസ്ഥ എന്ന് പറയും. അപ്പോൾ അതിൽ അപ്പോൾ നമ്മൾ മോഡൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് പരിധി വരെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നമുക്ക് അതിനൊരു ലിമിറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മൾ ഒരു ഇന്ത്യയിൽ മുഴുവനുള്ള ഒരു 600 എന്താ പറയുക മാനുവൽ ഒബ്സർവേറ്ററിയും ഏകദേശം ഒരു 1200 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസും ഇപ്പോൾ നമ്മളൊരു മോഡൽ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മുഴുവനും വ്യാപിച്ച് കിടക്കുന്നുവെന്ന് നമ്മൾ പറയുമെങ്കിലും ഒരുപക്ഷെ ഒരു പഞ്ചായത്തിൽ ഒരു ഒബ്സർവേഷനൊക്കെ പോലും പല സ്ഥലങ്ങളിലും ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ ഉണ്ട്, അതിനപ്പുറത്തേക്കുള്ളതൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ജില്ലകൾ ഇപ്പോൾ എല്ലാ പഞ്ചായത്തിൽ പോലും നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂസ് കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു അപ്രോക്സിമേഷൻ വരുന്നുണ്ട്. ശരി. ഓക്കെ, അപ്പോൾ അതിലും നമ്മൾ ഇപ്പോൾ ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് യൂസേജ്, അപ്പോൾ നമ്മളിപ്പോൾ പർവ്വത മേഖലയാണെങ്കിൽ അതിന് നമ്മൾ വേറെ രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതല്ലാതെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഏതെല്ലാം രീതിയിലുള്ള ഭൂപ്രകൃതികൾ കാണാൻ പറ്റും. ടാറിട്ട റോഡ് ഉണ്ടാവും, കോൺക്രീറ്റ് സർഫസസ് ഉണ്ടാവും, കൃഷിയിടങ്ങളുണ്ടാവും, ജലാശയങ്ങളുണ്ടാവും. ഇതിനെയെല്ലാം നമ്മൾ എന്താ ഒരു ഏകദേശ രൂപത്തിലേ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിന് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ മോഡലിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നില്ല. ഒരു ഏകദേശ രൂപമാണ്. അതിന് നമ്മൾ പാരാമെട്രൈസേഷന് പല കാര്യങ്ങളെയും കൂടി പാരാമീറ്ററൈസ് ചെയ്യണം. അത് നമ്മൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആണ് ഇതിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു അപ്രോക്സിമേഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൻ്റെ കാര്യം, അത് നമ്മൾ ഒരു ഏറ്റവും ഉദാഹരണം, ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടും കൂട്ടിയാൽ 4 എന്നുള്ളതാണ് മാത്തമാറ്റിക്സ് നമ്മൾ എക്സാക്ട് സൊല്യൂഷൻസ് നമ്മൾ പറയുന്ന ഒരു കാറ്റഗറി വരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആയതുകൊണ്ട് ഇതിനെല്ലാം എക്സാക്ട് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻസ് ഇല്ലാത്ത മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെയും ഒരു കോംപ്രമൈസ് വരുത്തി. അപ്പോൾ എല്ലായ്പ്പോഴും എന്താ പറയുക, ഒരു എക്സാക്ട് സയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിസ്റ്റമാണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഈ അപ്രോക്സിമേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എത്ര പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ചാൽ പോലും ഈ ഈ ഒരു എന്താ മാത്തമാറ്റിക്സിൽ ഈ പ്രോബ്ലം കൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരു ഡെഫിനിറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് പോസിബിൾ അല്ലാത്ത. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സാധ്യതയുടെ പേരിൽ ഈ ഫോർകാസ്റ്റുകളൊക്കെ. അപ്പോൾ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മോസ്റ്റ് ലൈക്ലി എന്നുള്ള കാറ്റഗറിയിൽ വരും. പിന്നെ കാറ്റഗറി അതുപോലെ പെർസെൻറ്റേജിൽ നമുക്ക് എത്ര വിശ്വാസമുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതനുസരിച്ച് ഒരു കാറ്റഗറി മാറ്റി കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ പബ്ലിക്കലി കൊടുക്കുന്ന ഫോർകാസ്റ്റിലെല്ലാം തന്നെ നമ്മൾ വെരി ലൈക്ലി കാറ്റഗറിയിലാണ് ഇപ്പോൾ കൊടുക്കാറ്. അപ്പോൾ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നുള്ളൂ. അത്ര ഉറപ്പില്ലാത്ത കാര്യങ്ങൾ വാണിംഗിലേക്ക് ഒന്നും നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു കൺഫ്യൂഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി കാറ്റഗറി സ്പെസിഫൈ ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ അതിൽ എഴുതിയിട്ടുണ്ടാവും ഏത് കാറ്റഗറിയിലാണ് ഫോർകാസ്റ്റ് വരുന്നത്. പക്ഷേ പൊതുവെ ആരും അത് അത്ര ശ്രദ്ധിക്കാറുണ്ടാവില്ലായിരിക്കും. പക്ഷേ സാധ്യതയുടെ ടേംസിലാണ് നമ്മളെപ്പോഴും ഫോർകാസ്റ്റ് കൊടുക്കുന്നത്. ഈ സാധ്യതകളുടെ കല അപ്പം എന്ന് പറയുമ്പോൾ എക്സാക്ട് സയൻസിനൊപ്പം അപ്പം അത് ഇന്റർപ്രറ്റ് ചെയ്യാനിരിക്കുന്ന മനുഷ്യർക്കും അതിൻ്റെ അത് വലിയ റോൾ ഉണ്ടെന്നാണോ പറയുന്നതിൻ്റെ അർത്ഥം? അതോ വലിയൊരു റോളുണ്ട്. കാരണം നമ്മൾ ഈ മോഡൽസ് നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ മോഡൽസ് ഇതുവരെയും ഒരു 100% കൃത്യതയിൽ ഇതുവരെയും 100% എന്നല്ല, അത്രയ്ക്ക് അതിനടുത്ത് പോലും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു മോഡലിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ മോഡൽ തരുന്ന അതേ ഫോർകാസ്റ്റ് അങ്ങനെ തന്നെ നമുക്ക് പബ്ലിക്കിലേക്ക് കൊടുക്കാനുള്ള അത്രയും ഒരു കൃത്യതയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർകാസ്റ്ററുടെ ഒരു എന്താ പറയുക അറിവും കഴിവും പരിജ്ഞാനവും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഇതിൻ്റെ അകത്ത്. ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ചിട്ട് ഒരു കുറച്ച് കാലങ്ങൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക്, ഒരു ഫോർകാസ്റ്റർക്ക് അവിടുത്തെ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് ഏതെല്ലാം ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നമുക്കറിയാവുന്ന കാര്യം. അതൊരു നമ്മുടെ ഒരു പൊതുവെ നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരും. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സും ഒക്കെ വരുന്നതിന് മുൻപ് നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിരുന്നത്. അതായത് നമ്മൾ വെതർ ചാർട്ടുകൾ നമ്മൾ ഫോർകാസ്റ്റേഴ്സ് തന്നെ മാനുവലായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർകാസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഒരു 3 ദിവസത്തെ ഫോർകാസ്റ്റ് കൊടുക്കുകയുള്ളായിരുന്നു.
അന്ന് അത് അത്രയ്ക്കുള്ളൊരു കേപ്പബിലിറ്റി ആ ഒരു ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ സിനോപ്റ്റിക് അനാലിസിസ് എന്ന് പറയും. ഉം. ഇപ്പോൾ മീറ്ററോളജി പഠിച്ചവർക്ക് കേട്ടവർക്കും മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. സിനോപ്റ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞ് അത് വെതർ ചാർട്ട് അനാലിസിസ് ആണ് അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനത്തെ രീതിയിലാണോ അതോ അല്ല, നമ്മൾ അന്നത്തെ കാലാവസ്ഥാ ചാർട്ട് കമ്പ്യൂട്ടർ അപഗ്രഥിക്കുന്നതിന് പകരം നമ്മൾ ഓ മനുഷ്യൻ ശരി തന്നെ ശരി അതിനെ നമ്മൾ വിശകലനം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് ജോലി തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ എന്താ പറയുക സൂപ്പർ കമ്പ്യൂട്ടേഴ്സും മറ്റു പല സ്കെയിലുള്ള വെതർ മോഡൽസും ഒക്കെ ഉള്ളൊരു കാലത്തിലേക്ക് വന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഈ വെതർ ചാർട്ടുകൾ ഓരോ ദിവസത്തെ ഒബ്സർവേഷൻ പ്ലോട്ട് ചെയ്ത് നമ്മൾ തന്നെ നമ്മളുടെ അറിവും വെതർ ചാർട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസും എല്ലാം കൂടി കലർത്തിക്കൊണ്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഫോക്കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നും നമുക്ക് ആ ഒരു ഇന്നത്തെയും നാളത്തെയും അതായത് നമ്മൾ ഡേ 1 ഡേ 2 എന്ന് പറയും. ഇപ്പോൾ ഇന്ന് ഡേ 1ഉം നാളെ ഡേ 2 മറ്റന്നാൾ ഡേ 3 അങ്ങനെയാണ് നമ്മൾ ഫോക്കാസ്റ്റേഴ്സ് ജനറലി നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെയും നാളത്തെയും പ്രത്യേകിച്ചും പ്രവചനത്തിൽ ഫോക്കാസ്റ്ററുടെ ഈ എക്സ്പീരിയൻസും നമ്മളുടെ വെതർ ചാർട്ടുകളും നമ്മൾ മാനുവലി അനലൈസ് ചെയ്യുന്ന വെതർ ചാർട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫറൻസും ഒത്തിരി എന്താ പറയുക വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്.